ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനൊരു ഫീഡിങ് കുർത്തിയായിട്ടല്ല, ഞാനിവിടെ ഗൗണായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് തട്ടായിട്ട് ഫീലൊക്കെ ഇട്ട് ഗൗണായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കുമ്പോഴത്തേക്കും ഒട്ടും പുറത്തേക്ക് കാണാൻ പറ്റില്ലാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതും ഒക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ രണ്ട് സൈഡിലും സിബ് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്താണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിടാം. നമുക്ക് രണ്ടായിട്ട് മടക്കിയിടും, അല്ല രണ്ടായിട്ട് മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യുന്നുണ്ട്, ഒറ്റ സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ രണ്ടായിട്ട് മടക്കിയിടുകയാണ്. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് ഞാനിവിടെ 16 എടുക്കുന്നത്. ആ 16 നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. സ്കെയിൽ ഇവിടെ എവിടെയാണോ 16 വരുന്നത് അവിടെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നെക്ക് ഞാനിവിടെ 2.5 എടുക്കുന്നത്. 2.5 വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്ത് നെക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം ഫുൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡർ ഞാനിവിടെ 7 എടുക്കുന്നത്. അതിനുശേഷം ബ്രസ്റ്റ് അളവ് ഇവിടെ നോക്കി അത് കറക്റ്റ് ആ പേപ്പറിൻ്റെ അതേ അളവ് തന്നെ ഉണ്ട്. അപ്പം എനിക്ക് 10 ബ്രസ്റ്റ് അളവ് വേണ്ട, അതിവിടെ പേപ്പറിലുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കൈക്കുഴി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. കൈക്കുഴി ഞാനിവിടെ 7 എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ സ്കെയിൽ വെച്ച് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ബ്രസ്റ്റിൻ്റെ അവിടെ. ഇത് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് ഫുള്ളിങ്ങനെ വരച്ച് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ആ 7 നിന്ന് മുകളിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ കോൺ വരുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് 1.5 ഇഞ്ച് എടുക്കാം. നമുക്ക് 1.5 ഇഞ്ചോ ഇതുപോലെ ഉള്ളിലേക്ക് എടുത്ത് കൊടുത്ത് വരച്ചിട്ട് ഇതുപോലെ വളച്ച് വരച്ചു കൊടുക്കുക. കൈക്കുഴി ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ ഷേപ്പിൻ്റെ അവിടെ 1 ഇഞ്ച് ബ്രസ്റ്റിനെ കാട്ടി 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് എടുക്കുന്നത്. അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിവിടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ഇതുപോലെ 1/2 ഇഞ്ച് മുകളിലേക്കും വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്കെയിൽ വെച്ച് ഇത് കറക്റ്റിനൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ മുകളിലേക്ക് 1/2 ഇഞ്ച് വരച്ചെടുത്തോട്ട് നമുക്കൊന്ന് വളച്ച് വരച്ചു കൊടുക്കണം. അതിനുശേഷം ഷേപ്പിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ബ്രസ്റ്റിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. അന്നേരം കറക്റ്റിന് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് താഴെ നെക്ക് എത്രയാണോ വേണ്ട, ഫ്രണ്ട് നെക്ക് എത്രയാണോ വേണ്ട അത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സ്ക്വയറിൽ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ റൗണ്ട് ആക്കുന്നത്. സ്ക്വയറിൽ വരച്ചു കൊടുത്തിട്ട് റൗണ്ട് ആക്കുമ്പോൾ അത് കറക്റ്റ് പെർഫെക്ഷന് വരും. ഇതുപോലെ സ്ക്വയർ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ വരച്ചു കൊടുക്കുക. ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ റൗണ്ടിൽ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും അടയാളപ്പെടുത്താം. ബാക്ക് നെക്ക് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ബാക്ക് നെക്കും അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഈ പേപ്പർ ഫുള്ളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഷോൾഡറിൻ്റെ അവിടെ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ മോഡലുകൾ ഡ്രസ്സുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പിലോ അല്ലാതെ കോളിങ്ങിലോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും. അതിനുശേഷം മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പേപ്പർ എടുത്ത് വെച്ചാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. പേപ്പറിൻ്റെ അതേ അളവിൽ വെച്ചാൽ നമുക്ക് തുണി വേസ്റ്റായി പോവില്ല. ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അളവിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനീ പറയുന്ന എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ടോപ്പ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റായിട്ട് ഫുള്ള് വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം ഞാൻ ആ പേപ്പർ വെച്ച് ഞാൻ ഈ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ പേപ്പർ നമുക്ക് എടുത്തിട്ട് ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം. ഈ പേപ്പറിൻ്റെ ആദ്യം നമുക്ക് നെക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റുക. അതിനുശേഷം ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിക്ക് നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. ഈ ഉള്ളിലേക്ക് 1/4 ഇഞ്ച് ഇതുപോലെ വളച്ചാണ് കട്ട് ചെയ്യുന്നത് കൈക്കുഴി. അപ്പോൾ അതും നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമുക്കിനി പ്രധാന ഭാഗം കട്ട് ചെയ്യാനുള്ളത്. നമുക്ക്
സിബ്ബ് പിടിപ്പിക്കാനുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ ബ്രസ്റ്റിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ബ്രസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ സൈഡിൽ നിന്നും ഇങ്ങോട്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുക. സാധാരണ നോർമൽ ആൾക്കാരുടെ അളവാണ് ഞാൻ ഈ പറഞ്ഞത്, M തൊട്ട് XL വരെ. അതിന് മുകളിലേക്ക് വരുമ്പോൾ ഒരു 4 എടുത്തിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 5 എടുത്തിട്ടാണ് അവിടെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 3.5 എടുക്കുക ബ്രസ്റ്റിൻ്റെ അളവ്. അതിനുശേഷം 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അതായത് തയ്യൽ തുമ്പും കാര്യങ്ങളും ഒക്കെ പോകാൻ അങ്ങനെ വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ബ്രസ്റ്റിനെ കാട്ടി 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിന് ശേഷം നമുക്കിത് മെറ്റീരിയലിലും കട്ട് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട്. മെറ്റീരിയൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെച്ചല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്, ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം വരുമ്പോൾ മെറ്റീരിയലിൽ 1 ഇഞ്ച് കൂട്ടിയിട്ടെടുക്കുക. ഇതുപോലെ 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക 1 ഇഞ്ച് കൂട്ടിയിട്ട്. എന്താ വെച്ചാൽ നമുക്ക് സിബ്ബ് പിടിപ്പിച്ച് അടിച്ച് മറിച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റിന് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 1 ഇഞ്ച് കൂട്ടിയിട്ടെടുക്കുന്നത്. ഇതുപോലെ 1 ഇഞ്ച് കൂട്ടിയിട്ടെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഈ 1 ഇഞ്ച് കൂട്ടിയിട്ടെടുക്കുന്നതിൻ്റെ ആ സെൻറ്റർ ഭാഗം ഇതുപോലെ സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം ആദ്യം നമ്മൾ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ പേപ്പർ വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ കൈക്കുഴിയും കട്ട് ചെയ്ത് മുകളിൽ കൊണ്ടുവന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റിന് എടുക്കുക. ഇതുപോലെ കറക്റ്റ് ചെയ്ത് ബാലൻസും ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ എടുക്കുക. ഇതുപോലെ കഴുത്തിൻ്റെ സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എല്ലാം നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഇതുപോലെ താഴേക്കുള്ള ഫ്രില്ലിനുള്ളത് ഇതുപോലെ 2 പീസ് തൊട്ട് താഴെയുള്ള ഫ്രില്ല് ഞാൻ 2 പീസ് എടുത്ത് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. 20 ഇഞ്ച് ലെങ്ത് ഉണ്ട്, ലെങ്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. 60 ഇഞ്ച് വിഡ്ത്തുള്ള മെറ്റീരിയലാണിത്. അപ്പം ഇതുപോലെ നമുക്ക് മടക്കി അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴേക്കുള്ള ഫ്രില്ലെന്ന് പറയുമ്പോൾ 3 പീസാണ് ഞാൻ എടുക്കുന്നത്. 3 പീസ് എടുത്തിട്ട് ചെറിയ ഞൊറുവിട്ടാണ് എടുക്കുന്നത്. മറ്റേ തിക്കിന് മുകളിലത്തെ രണ്ടാമത്തെ ഞൊറു, ഫസ്റ്റ് ഞൊറിവ് എന്ന് പറയുന്നത് തിക്കിലാണ് ഞൊറിവ് ഇടുന്നത്. ഇത് രണ്ടാമത്തെ ഞൊറിവ് ചെറിയതായിട്ട് വീതിക്ക് ചെറിയ ചെറിയ ഞൊറുക്കളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് 3 മെറ്റീരിയലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് 20 ഇഞ്ച് ലെങ്തിൽ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇലാസ്റ്റിക് വെച്ച് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇലാസ്റ്റിക് വെച്ച് സ്ലീവ് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി ഒന്ന് കാണുക. സിബ്ബ് പിടിപ്പിക്കാനായിട്ട് ആദ്യം നമുക്ക് ഫൂട്ട് മാറ്റി കൊടുക്കാം. ഫൂട്ട് മാറ്റി കൊടുക്കേണ്ടത് സിബിനുള്ള പ്രത്യേക ഫൂട്ടുണ്ട്, അത് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. സിബും പൈപ്പിങ്ങൊക്കെ വെക്കുന്നതിനുള്ളത് അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ സിബ്ബ് വെച്ച് കറക്റ്റിന് താഴേക്കാണ് സിബ്ബ് വരുന്നത്, താഴേക്കാണ് സിബ്ബ് പിടിപ്പിക്കുന്നത്. എന്നിട്ട് ആ താഴേക്ക് സിബ്ബ് കൊടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് ടീത്തിൻ്റെ അരികത്ത് കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അന്നേരം ടീത്തൊന്ന് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക, മൾത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ മൾത്തി വെച്ച് കൊടുത്ത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഉൾഭാഗമാണ്, സിബിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ സിബ് അടച്ചു നോക്കുമ്പോൾ കറക്റ്റിന് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം ഇതുപോലെ ഈ മെറ്റീരിയൽ വീണ്ടും അടുത്ത ഭാഗം ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനോട് ചേർന്ന ഭാഗം കറക്റ്റാണോ എന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ചേർന്ന ഭാഗം വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മെറ്റീരിയലും പിന്നെ സിബിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് മറിച്ചിടുക. മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ വീണ്ടും നമുക്ക് ടീത്തിനോട് ചേർത്ത് തന്നെ നമുക്ക് അത് ഇതുപോലെ വരണം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരണം. അതുപോലെ കറക്റ്റിന് വെച്ച് എടുത്ത് നോക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് നമുക്കൊന്ന് അരികത്തൂടെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് കറക്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സ്ഥലം അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം സിബ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് അരികത്തൂടി സിബിനോട് ചേർത്ത് ടീത്തിനോട് ചേർത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ ടീത്തൊന്ന് അകത്തി പിടിച്ചു കൊടുത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം മെറ്റീരിയലിൻ്റെ നല്ല വശവും സിബിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. അപ്പം കറക്റ്റിന് വരും. സിബിൻ്റെ നല്ല ഭാഗവും മെറ്റീരിയലിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ടീത്തിനെ ഇതുപോലെ അകത്തി പിടിച്ച് കൊടുത്ത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ കറക്റ്റിന് വരും. നമ്മൾ സിബിട്ട് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരും. അപ്പം നമുക്കൊന്ന് സിബിട്ട് കൊടുത്ത് നോക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പം ഒട്ടും സിബ് പുറത്തേക്ക് വരില്ല. സിബ് ഇതുപോലെ ഉള്ളിലേക്ക് തന്നെ ഇരിക്കും. മെറ്റീരിയൽ മാത്രമേ കാണുകയുള്ളൂ, ഒട്ടും പുറത്തേക്ക് കാണില്ല. എന്നിട്ട് രണ്ട് സൈഡ് ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴ്ഭാഗവും നമുക്കിതുപോലെ തന്നെ ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറു സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സിബ് വെച്ച് കൊടുത്ത് മറു സൈഡും ഞാനിവിടെ രണ്ട് സൈഡും ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കുക, ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മുകളിലുള്ള ആ സിബിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഞാനിവിടെ രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നോക്കിക്കേ, രണ്ടിടത്ത് നമ്മൾ സിബ് പുറത്തേക്ക് കാണുന്നില്ല, എന്നാൽ നമ്മൾ സിബ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ കറക്റ്റിന് വരും, ഒട്ടും സിബ് പുറത്തേക്ക് കാണില്ല. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരണം. അതിനുശേഷം നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നെക്കിൻ്റെ അരികെ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ രണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കും ഫ്രണ്ടും ഇതുപോലെ അരികെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെറ്റീരിയൽ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കിതുപോലെ നെക്ക് വെച്ച് കൊടുക്കാം. നെക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ള് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ ഞാൻ പറയുന്നോട്ട് നമുക്ക് കൊത്തിട്ട് കൊടുക്കണം. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊത്തിട്ട് കൊടുക്കുക. ഇതുപോലെ ഫുള്ള് ചേർത്ത് കൊത്തിട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നെക്കിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൽ വരാൻ പാകത്തിന് മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ മാത്രം വരാൻ പാകത്തിന് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് വയ്ക്കാം. ഇതിനെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഫുള്ള് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നും മടക്കുകയൊന്നും വേണ്ട, നമ്മൾ നേരത്തെ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പം നല്ല പെർഫെക്ഷൻ ഇരുന്നോളും. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഇതുപോലെയാണ് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇതുപോലെ വന്നിരിക്കും. അതിനുശേഷം നമുക്കിനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കൂട്ട് തന്നെ നമുക്കിതുപോലെ നെക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച മെറ്റീരിയലിൽ മാത്രം സ്റ്റിച്ചിങ് വീഴാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് അടിച്ച് മറിക്കുന്നില്ല. അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് മാത്രമേ ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ടിലത്തെ ഷോൾഡറും വെച്ച് കൊടുക്കുക. ഇതുപോലെ രണ്ട് ഷോൾഡർ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പീസും ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് നെക്കിൻ്റെ നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പ്രാവശ്യം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. അപ്പം കറക്റ്റിന് വരും. നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നെക്ക് ഉള്ളിലേക്ക് ഇരുന്നോളും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ബാക്ക് പാർട്ട് നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഞൊറിട്ട് കൊടുക്കണം. ഫസ്റ്റ് ഞൊറിട്ട് കൊടുക്കുന്നതിന് ആദ്യം ഈ മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ
ബോഡി പാർട്ട് ഇതുപോലെ ഫ്രണ്ടിലത്തെ ബോഡി പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്ത് ഞൊറു അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഞൊറു ഇട്ട് കൊടുക്കാം. വലിയ പീസാണ് താഴത്തെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഒത്തിരി മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് ഇതുപോലെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഞൊറു ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിക്കിരിക്കും. ഇതുപോലെ ചേർത്ത് ഞൊറു ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ഞൊറു ഇട്ടെടുക്കാം. ഫ്രണ്ടും ബാക്കും ഞാൻ ഇതുപോലെ തന്നെ ഞൊറു ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗം രണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ താഴേക്ക് കൊണ്ടുവന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കൊണ്ടുവന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്നും മറിച്ച് വീണ്ടും നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് കൊണ്ടുവന്നാണ് സ്റ്റിച്ചിങ് നിർത്തുന്നത്. ഇതുപോലെ കൊണ്ടുവരിക. പിന്നീട് ആ സെൻറ്റർ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് സ്റ്റിച്ചിങ് നിർത്തുക. അപ്പോൾ രണ്ട് സ്റ്റിച്ചിങ് വന്നോളും. രണ്ട് സ്ലീവും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക്കാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. പിന്നുകൊണ്ട് ഇലാസ്റ്റിക് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് സിബ് കയറ്റിയതിന് ശേഷം രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇലാസ്റ്റിക് ഫുള്ള് കയറ്റി വലിച്ചു നോക്കുക, കറക്റ്റിനാണോ എന്ന് വലിച്ചു നോക്കി ഇതുപോലെ വലിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഇലാസ്റ്റിക് പിടിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക, നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇലാസ്റ്റിക് വലിഞ്ഞു പോകും. ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് കൊണ്ടുവന്നും അവിടെ നിന്ന് ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്ന് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിവിടെ രണ്ട് തട്ടായിട്ടാണല്ലോ ഞൊറുവിട്ടെടുക്കുന്നത്. അന്നേരം താഴത്തെ ഞൊറുവിടാൻ വേണ്ടിയിട്ട് 3 മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഈ 3 മെറ്റീരിയലും കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ചേർത്ത് വെച്ച് ഫുള്ളി യോജിപ്പിച്ചെടുക്കുക. ഫുള്ളായിട്ട് 3ഉം കൂടെ യോജിപ്പിച്ചെടുത്തിട്ട് അറ്റം തമ്മിൽ നമ്മൾ ചേർത്ത് ഫുള്ളായിട്ട് റൗണ്ടിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഈ 3 മെറ്റീരിയലും കൂടി നമ്മൾ അടിച്ചതിന് ശേഷം രണ്ടിൻ്റെയും കൂടെ ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ വീണ്ടും നമ്മളൊന്നുകൂടി അടിക്കുക. അപ്പം ഇതുപോലെ വെച്ച് രണ്ടും അറ്റവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇതുപോലെ വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഫുള്ള് ഞൊറുവിട്ടെടുത്താൽ മതി. പിന്നെ സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ മെറ്റീരിയലിൽ വെച്ച് നമുക്കൊന്ന് ഞൊറുവിട്ടെടുത്താൽ മാത്രം മതി. ഇത് ഫുള്ള് റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗവും നമുക്കൊന്ന് മടക്കി അടിക്കാം. അതിനുശേഷം നമുക്ക് ഞൊറുവിട്ടാൽ മതി. എന്നുവെച്ചാൽ ഇത് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ മെറ്റീരിയലിൽ ഞൊറുവിട്ടെടുക്കുന്നതിന് മുമ്പേ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും താഴത്തെ ഞൊറുവിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുത്ത് അകത്തി ഞൊറുവിട്ട് കൊടുക്കുക. അതാണ് ഭംഗി. ഒരുപാട് വിരിവ് വന്നാലും കൊള്ളുകയില്ല. ഇതുപോലെ അകത്തി ഞൊറുവിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ കുർത്തിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.